ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ കേസെടുത്ത് ഫോർട്ട് പോലീസ്. 2 ദിവസം മുൻപാണ് അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറന്നത്. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേവനം പോലീസ് തേടുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാങ്കേതിക സംവിധാനത്തിന്റെ സേവനമാണ് തേടുന്നത്. ആരാണ് ഡ്രോൺ പറത്തിയത് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. വി വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, അതീവ സുരക്ഷാ മേഖലയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിന് മുകളിൽ ഡ്രോൺ പറത്തി ഇപ്പോൾ 2 ദിവസം പിന്നിടുന്നു. സംഭവത്തെക്കുറിച്ച് യാതൊരു വിവരവും, ആരാണ് പറത്തിയതെന്ന് സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഇതിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ടോം, പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ആറാട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ ഉത്സവ ദിവസങ്ങളായിരുന്നു. ഈ ഉത്സവ സീസണിലാണ് ഇങ്ങനെ 2 ദിവസം മുൻപ് ഡ്രോൺ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ പറന്നത്. ഇതാരാണ് പറത്തിയതെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയുമില്ല. അതീവ സുരക്ഷാ മേഖലയാണ്. നേരത്തെ ഈ ഒരു വിമാനം പറന്നത് അത് വലിയ വിവാദമായിരുന്നു. അത് ഈ പരിശീലന പറക്കലായിരുന്നു. തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനം, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സംവിധാനം തിരുവനന്തപുരത്തുണ്ട്. നേരത്തെ അങ്ങനെ ഒരു പരിശീലന പറക്കൽ ചെറു വിമാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കുകയും ആ കമ്പനിയെ തിരിച്ചറിയുകയും അവർക്ക് നോട്ടീസ് നൽകുകയും വിശദമായ അന്വേഷണം ആ ഘട്ടത്തിൽ നടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ പറന്നത്. ഇത് ആരാണ് പറത്തിയതെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയില്ല. ഫോർട്ട് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. 2 ദിവസം കഴിയുന്നു. കഴിഞ്ഞ ദിവസമാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ എയർപോർട്ട് അതോറിറ്റിയുമായി, നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. പോലീസ് അവരുടെ സേവനം തേടിയിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ സേവനമാണ് തേടിയിട്ടുള്ളത്. അതുവഴി അറിയാൻ കഴിയും എവിടെ നിന്നാണ് ഇത് പറന്നു വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം അവിടെയുള്ള എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റമാണ് ഈ പരിസരത്തെ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനമാണ്. ആ ഒരു സംവിധാനത്തിലൂടെ ഇത് എവിടെ നിന്ന് എത്തി എന്നത് അടക്കം, ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ട് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ നമുക്കറിയാം. നേരത്തെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ടും മറ്റ് സ്വത്തുവകകളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വിവരങ്ങൾ വന്നതിന് പിന്നാലെയാണ് വളരെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ വാഹനങ്ങളൊക്കെ ഈ തെക്കേനടയിലും വടക്കേനടയിലുമൊക്കെ ക്ഷേത്രത്തിനടുത്ത് വരെ പോകാമായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെയൊക്കെ തന്നെ പ്രത്യേകതരം ബാരിക്കേഡുകൾ പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വാഹനങ്ങൾ കടന്നു ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. മാത്രമല്ല, എപ്പോഴും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ള ഇടമാണ്. അങ്ങനെ അതീവ സുരക്ഷാ മേഖല, അവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാ മേഖലകളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവേശനത്തിന് പോലും കർശനമായ വിലക്കുള്ള സ്ഥലമാണ്. മാത്രമല്ല, നഗരപ്രദേശങ്ങളിൽ ഇങ്ങനെ ഡ്രോൺ പറത്തുന്നതിന് പോലീസിൻ്റെ അനുമതി വാങ്ങണമെന്ന് നേരത്തെ തന്നെ സർക്കുലർ പുറത്തിറക്കിയതാണ്. കാരണം പോലീസ് ആസ്ഥാനത്തിന് മുകളിൽ നേരത്തെ ഡ്രോൺ പറന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അത് പറത്തിയ ആളുകളെ കണ്ടെത്തിയിരുന്നു. ഇതിപ്പോൾ ചില സംശയങ്ങളുള്ളത് ഈ ഉത്സവ സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ ദൃശ്യങ്ങളോ മറ്റോ പകർത്തുന്നതിന് വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ, അങ്ങനെയുള്ള ഏജൻസികളോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളോ ചെയ്തതാണോ എന്ന ചില സംശയമുണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം പോലും നൽകാൻ കഴിയാത്തൊരു പ്രദേശമാണ്. അതീവ സുരക്ഷാ മേഖലയാണ്. ഇത്ര കണ്ട് കരുതലുള്ള അല്ലെങ്കിൽ അത്ര കണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ, അങ്ങനെ ആയുധധാരികളായ ഉദ്യോഗസ്ഥർ അടക്കം നിൽക്കുന്ന പ്രവേശനത്തിന് കർശന നിയന്ത്രണമുള്ള സമയങ്ങളും സ്ഥലങ്ങളുമുള്ള ഇടം, അവിടെയാണ് ഈ തരത്തിൽ ഡ്രോൺ പറത്തിയത്. പക്ഷേ ഇതാരാണ് പറത്തിയതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിമാനത്താവളത്തിന്റെ സേവനം കൂടി, അവരുടെ സാങ്കേതിക കൂടി അത് തന്നെയാണ് കാരണം. വിനോദ് സൂചിപ്പിച്ചതുപോലെ ആയുധധാരികളായ ഉദ്യോഗസ്ഥരടക്കം അവിടെ സുരക്ഷയ്ക്കായി അവർ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രോൺ പറത്തിയതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? ഈ സംഭവം നടന്ന് 2 ദിവസമാകുമ്പോഴും പോലീസിന് ഇതാരാണ് പറത്തിയതെന്ന് യാതൊരു സൂചനയുമില്ല. നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാങ്കേതിക സംവിധാനത്തിൻ്റെ സാധ്യതകൾ, അതിൻ്റെ സേവനം തേടുന്നുണ്ട്. അങ്ങനെ, അതായത് ഈ രീതിയിൽ ഈ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ഈ പ്രതിയെ അതല്ലെങ്കിൽ ഈ ഡ്രോൺ പറത്തിയ ആളെ കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് കരുതുന്നുണ്ടോ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് ടോം. കാരണം ഈ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം വഴി അത് നമുക്കറിയാം, ഈ റഡാറൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും അതിൻ്റെ വിപുലമായ ഒരു സംവിധാനമാണ്. ഈ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കിയുള്ള അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. വിമാനങ്ങളുടെ ഈ യാത്രാ പഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു ലൈനിൽ വിമാനങ്ങൾ വരാതിരിക്കുക, അങ്ങനെയുള്ള അതിൻ്റെ ഒരു ക്രമീകരണത്തിന് വേണ്ടിയും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും പൈലറ്റ് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനുമൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു വിഭാഗം. ആ വിഭാഗത്തിൻ്റെ സേവനമാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് തേടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള കത്ത് അവർക്ക് നൽകും. ഏത് തരത്തിലാണ്, എവിടെ നിന്നാണ് ഇത് വന്നത്, എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എളുപ്പമല്ല. കാരണം നമുക്കറിയാം, CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് സമാന്തരമായി നമുക്ക് റോഡിൻ്റെ സർഫസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം കിട്ടുന്ന തരത്തിലാണ് പലപ്പോഴും ക്യാമറകളുള്ളത്. ഇത് ഉയരത്തിൽ ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ എടുക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇത് എവിടെ നിന്ന് വന്നു പോയി, അതിന് ഈ വിമാനത്താവളത്തിൻ്റെ സേവനം അതിനാവശ്യമാണ്. കാരണം ഉയരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്ക് മാത്രമേ അതിനുള്ള സംവിധാനങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സേവനം ഉറപ്പാക്കിക്കൊണ്ട് ഇത് ആര് പറത്തി എന്നത് കണ്ടെത്താനുള്ള നീക്കം നടത്തുന്നത്. 2 ദിവസം കഴിയുന്നു. ആരാണ്, എവിടെ നിന്നാണ് വന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. പക്ഷേ ഇതിനുള്ള ഒരു ഗൗരവ സ്വഭാവം നേരത്തെ തന്നെ പോലീസിൻ്റെ സർക്കുലർ ഉണ്ടായിരുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ചും നഗരത്തിൻ്റെ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനം പോലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ ഡ്രോൺ പറത്തണമെങ്കിൽ ഇപ്പോൾ വിവാഹത്തിന് പാർട്ടി അങ്ങനെയുള്ള ആളുകളുണ്ട്, ക്യാമറാമാന്മാരൊക്കെ പറത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അത് നേരത്തെ തന്നെ പോലീസിൻ്റെ അനുമതിയൊക്കെ വാങ്ങി അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അതിനുവേണ്ടി നേരത്തെ ഒരു അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെയുള്ള അപേക്ഷയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നത്. ഇത് ആരാണ് പറത്തിയത്, എന്തിന് പറത്തി, ഈ ദൃശ്യങ്ങൾ എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖല എന്ന ഒരു ഗണത്തിൽ പെടുന്ന ഒരിടമാണ്. അവിടെയാണ് നേരത്തെ ഈ ഒരു ചെറു വിമാനം പറന്നത്, നമുക്കറിയാം. അതുപോലും നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നു എന്ന തരത്തിൽ വലിയ വിവാദമുണ്ടായിരുന്നു. ആ ഒരു വിമാന കമ്പനി അത് ഒരു പരിശീലന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പരിശീലന പറക്കൽ, അത് കുട്ടികളായിരുന്നില്ല അന്ന് പറത്തിയിരുന്നത്. നേരത്തെ സൈന്യത്തിൽ ജോലി ചെയ്യുകയും പിന്നീട് ഈ സ്വകാര്യ വിമാന കമ്പനികളിൽ പൈലറ്റുമാരാകാൻ പോകുന്ന ആളുകളുണ്ട്. അവരുടെ ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി അവരുടെ ആ ഒരു പ്രാഗൽഭ്യം അതൊന്നുകൂടി പരിശോധിക്കുന്നതിനും അവർ ഒരു ട്രെയിനിങ് എന്ന നിലയ്ക്കാണ് ആ വിമാനം പറത്തിയത്. അന്ന് പറത്തിയത് ഈ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളാണ്, മറ്റൊരു വിമാന കമ്പനിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശീലന പറക്കൽ എന്നായിരുന്നു വിശദീകരണമായി ആ വിമാന കമ്പനി നൽകിയത്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ പറന്നതോടെ അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ആ കമ്പനിക്ക് കത്ത് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായി. അവിടെ പരിശോധന നടന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഒരിക്കൽ കൂടി ഡ്രോൺ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ പറന്നത്. ടോം. യെസ്, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെയാണ് ഡ്രോൺ പറത്തിയത്. 2 ദിവസമായിട്ടും ആരാണ് പറത്തിയതെന്ന് വിവരമില്ല. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പോലീസിന് ഈ ഡ്രോൺ പറത്തിയ ആളെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുന്നത്.